കുറച്ച് ലേറ്റ് ആയ വരാനായിട്ട് അതുകൊണ്ട് വന്നാണ്. അപ്പം എത്രാമത്തെ തവണയാണ് ഈ അമ്മയുടെ അസോസിയേഷനിലേക്ക് ഭാഗമാവുന്നത്? ഓ, വളരെ സന്തോഷം. പിന്നെ വളരെ സന്തോഷം. അപ്പം ഇപ്പം ഇവരെയൊക്കെ കണ്ടു, പല ആർട്ടിസ്റ്റുകളെ കണ്ടു, വന്നിട്ടുള്ളൂ. അപ്പൊ ഈ തവണ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതൽ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഇത്ര വലിയൊരു ഫിലിം ഇൻഡസ്ട്രി വരാൻ എല്ലാവർക്കും വിഷമമില്ല. അപ്പം എനിക്കും ഭയങ്കര എനിക്ക് എന്തായാലും വലിയൊരു ഭാഗ്യമാണ്. ഓണററി മെമ്പർഷിപ്പ് അമ്മ തരുന്ന പറയുമ്പോൾ വലിയൊരു അഭിമാനമുണ്ട്. അടിപൊളിയല്ലോ. ഞാനും കഴിച്ചില്ല. നിന്നെപ്പോലെ ചെറുപ്പമല്ലോ, ഞങ്ങൾ പ്രായമായിട്ടുള്ള അതും ചെറുപ്പക്കാർക്ക് വിശക്കില്ലേ? പ്രശ്നം എന്തുണ്ട് വിശേഷം? സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? അരുൺ ചേട്ടൻ അടിപൊളി പടമൊക്കെ കണ്ടോ? റോന്ത് കണ്ടു. ആ, അതന്നെ, അടിപൊളി കംബാക്ക് ആണ്. തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു കംബാക്ക് കൂടി നടത്താം. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ കുറച്ച് വിശേഷം. ഇത് എത്രാമത്തെ തവണയാ വരുന്നത്? അമ്മയുടെ 31ാമത്തെ ചാനൽ. അമ്മ അതായത് ചേട്ടൻ എത്രാമത്തെ തവണയാ വരുന്നത്? പ്രേംകുമാറിന് മാത്രമേ അതിന് കണക്കുള്ളൂ. അദ്ദേഹം 31 മീറ്റിംഗിലും പങ്കെടുത്തിട്ടുണ്ട്. നമുക്കതിന്റെ കണക്കില്ല. ജീവിതത്തിലെ കണക്കെടുപ്പില്ലാത്ത മനുഷ്യന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. ഞാനും എടുക്കാറില്ല. അമ്മയുടെ മീറ്റിംഗ് എത്ര പങ്കെടുത്തെന്നാണ് ചോദിക്കുന്നത്. ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയില്ല, എത്ര സിനിമയിൽ അഭിനയിച്ചെന്ന് അറിയില്ല. ഇതൊന്നും നമ്മുടെ കണക്കെടുപ്പില്ല. ബാങ്ക് ബാലൻസിന് കണക്കുണ്ടോ? ഇല്ല. അത്ര ഉണ്ടെന്നാണോ? അത്ര ഇല്ലാന്ന് ഇൻകം ടാക്സ് പക്ഷെ ഉള്ളത് കൊണ്ടാണ് ഓണം പോലെ. അല്ല, അങ്ങനല്ല, കൂടിയത് കൊണ്ട് എനിക്കത് അറിയില്ല ചില ടാക്സിലെ ആൾക്കാരൊക്കെ വീട്ടിൽ വന്നാൽ എന്നെ പറയല്ല, ഇത് ലൈവ് ഷോയാ പോയിക്കൊണ്ടിരിക്കണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ലൈവാണ്, ഒരു പേടിയില്ല അല്ലേ? അരുൺ ചേട്ടൻ ഇല്ല. പിന്നെ മടിയിൽ കനമില്ലാത്ത മടിയിൽ കനവില്ലാത്തതിന് ഭയമില്ല. എപ്പോഴും പറയുന്നു. ജഗതി ചേട്ടനെ കണ്ടിരുന്നു. എന്താ കണ്ടു. ജഗതി ചേട്ടനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? എന്തോരം കഥാപാത്രങ്ങളുണ്ടാവും. നമ്മളിപ്പോ ഇപ്പോഴെന്ന് പറഞ്ഞെന്ന് വെച്ചാല് പുതിയ തലമുറയുടെ ഒരു ഇമോജി സ്റ്റിക്കറുകൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ മെസ്സേജ് അയക്കും വാട്സപ്പ്. ഏറ്റവും കൂടുതൽ സ്റ്റിക്കറുകൾ ആരുടെ വരുന്നത്? എങ്ങനെയാ അത് വരുന്നത്? അദ്ദേഹം അനശ്വരമാക്കിയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതുകൊണ്ട് ഇല്ലില്ല, ഞാനേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് കാണാതെ പോയി. നിങ്ങൾ കണ്ടില്ല, എന്നെ കണ്ടില്ല. ഞാൻ കണ്ടു, രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ കണ്ടു. പിന്നെ അടുത്തേക്ക് ഞാൻ എന്റെ ജോലിയിൽ തിരക്കായിരുന്നു. എന്തുണ്ട് വിശേഷം? സുഖം. ജനറൽ ബോഡിയിൽ എത്രാമത്തെ തവണയാണ് വരുന്നത്? ഞാൻ ഈ സംഘടന ആരംഭിക്കുന്ന സംഭവം, അതായത് പഞ്ചായത്ത് ഹാളിൽ തിരുവനന്തപുരത്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ മെമ്പർ അല്ലാതെ ഇതിനകത്ത് ഞാൻ വലിഞ്ഞു കയറി വന്നൊരാളാണ്. അവിടെ ഞാൻ എല്ലാവരുമായിട്ടൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊരു പത്രപ്രവർത്തകനായിട്ട് കയറി വന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് 2001 ഞാൻ നായകനായിട്ട് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം പിന്നെ 2002 എന്ന് പറഞ്ഞ കാലഘട്ടത്തിലേക്ക് ഞാൻ അമ്മയുടെ മെമ്പർഷിപ്പായിട്ട് എടുത്തു. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയും കാത്തിരുന്നു എന്താണ് കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഓരോ തവണ ഈ പറഞ്ഞ സംഘടനയിൽ ഓരോ പുതിയ പുതിയ മുഖങ്ങൾ ഇങ്ങനെ ആഡായി വരുമ്പം നമ്മൾ ആദ്യം സിനിമ വളർന്ന് വന്നപ്പോൾ കണ്ട ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് പുതിയ പുതിയ മുഖങ്ങളും ആ മുഖങ്ങളുടെ കൂട്ടത്തിൽ നമുക്കും ഒരു മുഖം ആയിട്ട് മാറാൻ അമ്മയുടെ ഓരോരോ സുഖ സൗകര്യങ്ങളും ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രയോറിറ്റി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു വലിയ ഒരു നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും അതെപ്പോഴും നമ്മൾ എന്താ പറയുക, ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. അത്തരം ഒരു സിറ്റുവേഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫാമിലി മീറ്റപ്പ് നടത്തുക. ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി തന്നെ നടത്തി. ഇപ്പോൾ 6 മാസത്തിനുള്ളിൽ ഇപ്പം ജനറൽ ബോഡി നടത്തി. ഇതെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്തത് അഡോക് കമ്മിറ്റിയാണ്. അപ്പോൾ അഡോക് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 100% വിജയകരമായ ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മുമ്പില്ലാത്തതും ഇപ്പോൾ ഉള്ളതുമായ വ്യത്യാസങ്ങൾ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കാര്യം അഡോക് കമ്മിറ്റിയിലുള്ള ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ വളരെയധികം അഭിനന്ദനീയമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവർക്ക്
എന്താ പറയുക, ഈ ഒരു സംഘടനയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ കുറച്ച് മുമ്പേ കാഴ്ചവെച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിച്ചു പോയി. കാര്യം സഞ്ജീവനി എന്ന് പറഞ്ഞൊരു സംഭവം, കുടുംബസംഗമം, ഇതൊക്കെ വളരെ എന്താ പറയുക, ഈ വർക്ക് വളരെ വിരളമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഉപകാരപ്രദമായി. നമുക്കൊരു സംഘടന കൊണ്ട് ഏറ്റവും ഉദ്ദേശിക്കുന്നത് നന്മയാണ്. ആ നന്മ നിറഞ്ഞ ഒരു അമ്മയാണ് നമുക്കുള്ളത്. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അല്ലേ? ഫാമിലി എല്ലാം ഉള്ള എല്ലാരെയും കണ്ടപ്പോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. ഈ വർഷം വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ ബാംഗ്ലൂരിൽ നിന്ന്. ബട്ട് ഇതിനു വേണ്ടി മാത്രമാണ് അത്ര ഇഷ്ടമാണ്. ചേച്ചി ഇപ്പം 31 വർഷമായി ജനറൽ ബോഡി കൂടി തുടങ്ങിയിട്ട്. ചേച്ചി എത്രാമത്തെ തവണയാണ് വരുന്നത്? ഞാൻ ഇതിന് മുമ്പ് ഐ തിങ്ക് ഇനീഷ്യലി ഒക്കെ ഞാൻ കുറേ അവിടെ, കാരണം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ആക്ച്വലി അടുത്ത ആഴ്ച കൊച്ചിയിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇതുപോലത്തെ മീറ്റിംഗ്സിലൊക്കെ പങ്കുചേരാൻ സാധിക്കും. സോ ദാറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് എ വെരി ഹാപ്പി മൊമെന്റ് ഫോർ മീ. ഓക്കെ, വളരെ സന്തോഷം ചേച്ചി കൊച്ചിയിലേക്ക് തിരികെ എത്തുകയാണെന്ന് അറിഞ്ഞതിൽ. അപ്പം ഈ തവണ നമുക്ക് നമ്മുടെ ജഗതി ചേട്ടനും ശ്രീനേട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ കണ്ടപ്പോൾ എന്താണ് മനസ്സിലേക്ക് ആദ്യം വന്നത്? ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഇവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. സോ ദാറ്റ് ഇറ്റ്സെൽഫ് നമുക്കൊരു മെമ്മറീസ് ആണ്, നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ്. കാരണം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. സോ അതുകൊണ്ട് അത് എനിക്ക് സന്തോഷം ആണ്. അവരെ വീണ്ടും കാണാൻ സാധിച്ചതിൽ വളരെ. ഓക്കെ, ഇവരൊക്കെ എത്തിക്കുന്നതിൽ നമ്മുടെ അഡോപ്പ് കമ്മിറ്റി ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ പറ്റി എന്താ പറയാൻ? അഡോപ്പ് കമ്മിറ്റി അവരെ കുറിച്ച് എന്ത് പറയാന്ന് വെച്ചാൽ ദേ ഹാവ് ടേക്കൺ ദ ഇനീഷ്യേറ്റീവ്. ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു മുൻകൈ എടുത്തത് അവരാണ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി കമൻഡബിൾ. കാരണം വേറെ ആരും അങ്ങനെ അതിനു വേണ്ടി വന്നില്ലല്ലോ. ബട്ട് ഇവര് അതിനു വേണ്ടി ചെയ്യാൻ വേണ്ടി, അതായത് അമ്മ അസോസിയേഷനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ട് ഇറ്റ്സ് വെരി വെരി അപ്രീഷിയേറ്റഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഴിക്കാം. എത്രാമത്തെ ജനറൽ ബോഡി ഇത്? 31st. അല്ല, ആദ്യമായിട്ടാണോ? I think 18 or 17. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെയുള്ള മീറ്റിംഗ് കാര്യങ്ങൾ? വളരെ നല്ലതായിരുന്നു. എക്സൈറ്റഡ് ഫാക്ടർ എന്താണ് ഈ തവണ വരാൻ വേണ്ടിയിട്ട്? എല്ലാവരെയും കാണാൻ പറ്റുന്നത് തന്നെ കുറെ നാൾക്ക് ശേഷം കാണാൻ പറ്റും. ഏറ്റവും കാണണമെന്ന് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആരായിരിക്കും? പ്രത്യേകിച്ച് ആരുമില്ല, എല്ലാവരെയും കാണണം എന്ന്. ഓക്കെ, ഇത്തവണ ജഗതി ചേട്ടനും ശ്രീൻ ചേട്ടനും അവരെയൊക്കെ കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. വളരെ സന്തോഷമുണ്ട് ഇത്രയും നാൾക്ക് ശേഷം കാണാൻ. പണ്ട് വർക്ക് ചെയ്തത് ശ്രീനിവാസനങ്ങളിലൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ജഗതിയങ്ങളിലൂടെ കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം. ജഗതി ചേട്ടനെ കാണുന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ വർക്ക് ചെയ്തേ, അപ്പോൾ ആളെ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കും? പണ്ട് മുതലേ വർക്ക് ചെയ്യുന്ന എപ്പോഴും ചിരിച്ച് സന്തോഷിച്ച് എപ്പോഴും ജോക്സ് പറഞ്ഞിരിക്കുന്നു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തും. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Torupura.